ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് ഏകദേശം 6 മാസമായി. 6 മാസം ശേഷം ഇന്ന് ഞാനിപ്പോൾ ഒരു വെഹിക്കിൾ ഫൈനലൈസ് ചെയ്തു. അതിൻ്റെ ലൈസൻസ് എടുത്തത് തന്നെ ഏകദേശം 6 മാസം കൊണ്ട് നാട്ടിൽ ഏകദേശം 1 ലക്ഷത്തി സംതിങ് കൊടുത്തിട്ടാണ്. എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വെഹിക്കിളിൻ്റെ ഒരു യൂസ്ഡ് വെഹിക്കിളാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡ്രീം വെഹിക്കിളായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനെന്നാൽ അതിൻ്റെ അഡ്വാൻസ് പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ നേരെ പോകുന്നത് ഇപ്പം അതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തൊരു ഷോപ്പിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ വണ്ടി ഒന്നുകൂടെ ഓൾറെഡി ഞാൻ കണ്ട വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ വെഹിക്കിളിൻ്റെ ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുക. എല്ലാം ശരിയാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സിനകത്ത് വണ്ടി എൻ്റെ കയ്യിലെത്തും. ഇങ്ങനെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇതാ കാണിച്ചു തരാം. ഇപ്പുറത്താണല്ലോ ഡ്രൈവിംഗ് സീറ്റ്. വണ്ടി ഞാൻ ചേഞ്ച് ചെയ്ത് ദൈവത്തിനാണ് ഞാൻ പ്ലാൻ ചേഞ്ച് ചെയ്ത്. എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ദൈവത്തിനാണ് പ്ലാൻ ചേഞ്ച് ചെയ്ത്. വണ്ടി ഞാൻ ആഫ്രിക്ക ടീം തന്നെ ബുക്കാക്കാന്ന് വിചാരിച്ച്. ഇതേ ദിവസമാണ് നമ്മൾ രണ്ടുപേരുടെ പോയി നമ്മുടെ CF മോട്ടോന്റെ 450 ബുക്ക് ചെയ്തത്. പക്ഷെ ബുക്ക് ചെയ്തതിനു ശേഷം ആഫ്രിക്ക ടീമിന്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ സെയിം പൈസയ്ക്ക് യൂസ്ഡ് ഡ്രീം ബൈക്ക് എടുക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് ഡ്രീം അച്ചീവ് ചെയ്യണമല്ല, അത് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഫൈനലി എൻ്റെ ഡ്രീം വെഹിക്കിൾ ഞാൻ എന്താ ഒരു 15 എണ്ണോടെ പേയ്മെന്റ് അടച്ച് സെറ്റാവും. എൻ്റെ അറിയാവും എൻ്റെ ബൈക്കിലോട്ടല്ല സംതിങ് ഫിഷി. മറ്റേ ബൈക്ക് 450 ഇല്ലേ, അത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴൊന്നും അത് ഞാനൊന്നും പറയല്ല. ഞാൻ ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഇതാണ് സാധനം. അപ്പൊ ഈ ടയറാണ് നമ്മൾ നമ്മുടെ ആഫ്രിക്കറ്റിന് ഇടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും എന്റെ മോനെ ഡ്രീം ബൈക്ക് അപ്പൊ നമ്മൾ ആ ടയർ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുവാണ്. അതായത് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി എടുത്തിട്ട് വേണം ക്ലിയർ ചെയ്യാൻ. പക്ഷെ ഇതിനകത്തൊരു കലക്കൻ സംഭവം ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മോഡിഫിക്കേഷൻ, അതായത് ഇതിനകത്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതായത് ഈ വണ്ടിയുടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, ഏകദേശം 5 ലിറ്ററോളം കപ്പാസിറ്റി ഉണ്ട് ഈ സാധനത്തിനകത്ത്. അതായത് നമ്മുടെ ഇതിനകത്തുള്ള ഫ്യൂവല് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ നിന്ന് ഫ്യൂവല് സക്ക് ചെയ്ത് ഇതിനകത്തോട്ട് വന്നോളൂ. അപ്പൊ ടോട്ടൽ എനിക്ക് തോന്നുന്നൊരു 25 ലിറ്റർ ഒക്കെ അടുപ്പിച്ച്, അതായത് 18ഉം ഇതിൽ 5ഉം കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. അതൊരു കലക്കം ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം കുറച്ച് നാവിഗേഷന്റെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ക്രൂസ് കൺട്രോൾ മാനുവലി സെറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം. പിന്നെ ഫോൺ ഹോൾഡർ ഒന്നും നോക്കണ്ട. പിന്നെ കുറച്ച് നൈസ് കുറെ ആക്സസറീസ് ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു സംഭവം കാണാതിരിക്കാൻ വേണ്ടി നാട്ടിൽ ആഫ്രിക്ക ടീമൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നൈസ് ആയിരിക്കും. കാര്യം നല്ല രസമുണ്ട്. ഈ ഒരു സാധനം എടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കുറെ കാര്യങ്ങൾ അങ്ങ് മറഞ്ഞിരിപ്പുണ്ട്. പിന്നെന്താണ്, പിന്നെ ഫോഗ് ലാമ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എനിക്ക് കുറച്ച് വർക്ക് എടുക്കാനുള്ള എനിക്ക് തോന്നുന്നു ഇതിന്റെ റിമ്മിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. ബാക്കി വൈസ് ഐ എം ഹാപ്പി. ഇതിപ്പോ സ്പെക്ക് പറയുകയാണെങ്കിൽ 2016 മോഡൽ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. കാര്യം GC സ്പെക്ക് വണ്ടി വരുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. ഒരു 5,000 റുപ്പീസ്, നാട്ടിലെ 1 ലക്ഷം രൂപ കുറഞ്ഞിരിക്കും ഇമ്പോർട്ടഡ് വെഹിക്കിളിന്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. കിലോമീറ്റർ പറയുന്ന ഒരു 42,000 കിലോമീറ്റർ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്.
അപ്പൊ ഗൈസ് എന്തായാലും ഇതാ നമ്മുടെ വണ്ടി ടയർ മാരി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നാളെ പോയി ഇതിന്റെ പേപ്പർ എന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യും. മാക്സിമം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കും. എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ ഓടിച്ച് ടെസ്റ്റ് ആക്കി ടയറൊക്കെ ചേഞ്ച് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അഡ്വാൻസും പേ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പാസ് ചെയ്താലേ വണ്ടി സെയിൽ ചെയ്യാൻ പറ്റും. അത് നാളെ എല്ലാം സക്സസ് ആവുകയാണെങ്കിൽ നാളെ വണ്ടി ഇറക്കും. അങ്ങനെയാണ് അടുത്ത വീഡിയോ വണ്ടി ഇറക്കണ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബൈ.